ദുബായ് സഫാരി പാർക്കിൻ്റെ രണ്ടാമത്തെ പാർട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ലാസ്റ്റ് വീഡിയോ എൻഡ് ചെയ്തത് ആഫ്രിക്കൻ എലിഫൻറ്റിൻ്റെ വീഡിയോ വെച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് പാർട്ട് എൻഡ് ചെയ്തത്. ഇനി ആഫ്രിക്കൻ വില്ലേജിലെ ബേർഡ്സിൻ്റെ സെക്ഷനാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഓക്കെ. ബേർഡ്സിൻ്റെ ഈ ഒരു ഏരിയനെ പറയുന്നത് ഗ്രാൻഡ് ഏവിയറി എന്നാണ്. സോ ഗ്രാൻഡ് ഏവിയറി എൻട്രൻസ് ആണിത്. നമുക്ക് ഉള്ളിലോട്ട് പോവാം. ഇതിനകത്തുള്ള ബേർഡ്സിൻ്റെ നെയിംസും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിലുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ബേർഡ്സിനൊക്കെ തൊട്ടടുത്ത് നിന്ന് തന്നെ കാണാനൊക്കെ ആയിട്ട് സാധിക്കും. സാധാരണ നമ്മൾ കൂട്ടിലൊക്കെ ഇട്ടിട്ടല്ലേ കാണാൻ പറ്റുക. പക്ഷേ ഇതൊരു ഓപ്പൺ സ്പേസിലാണ് എല്ലാ ബേർഡ്സിനെയും കാണുന്നത്. പീക്കോക്ക്, അങ്ങനെ പലതരത്തിലുള്ള വെറൈറ്റി ഓഫ് ബേർഡ്സ് ഇതിനകത്തുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ഓഫ് ബേർഡ്സ് ആണ് ഇതിനകത്തുള്ളത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കരധികം കൗതുകം തോന്നി. അതുപോലെ തന്നെ പല ബേർഡ്സിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അതുകൊണ്ടാണ് ഞാനത് മെൻഷൻ ചെയ്യാത്തത്. ആകെ പീക്കോക്കിന് മാത്രമേ കറക്റ്റായിട്ട് അറിഞ്ഞുള്ളൂ, അതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത് കേട്ടോ. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കിതൊരു വലിയ കൂടാരം പോലെയാണ് തോന്നുക. കാരണം ഈ ബേർഡ്സ് ഒന്നും പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും വലിയൊരു കൂടാരം പോലെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പീക്കോക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ കൊറ്റി, അതുപോലെ തന്നെ സ്വാൻ, ഈ ടൈപ്പ് ഓഫ് ബേർഡ്സിനെയൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷെ വേറെ കുറേ വെറൈറ്റി ഓഫ് ബേർഡ്സ് ഉണ്ടായിരുന്നു. അവരെ കറക്റ്റ് നമുക്ക് മനസ്സിലായില്ല, എന്താണ് പേരെന്നുള്ളത് അറിയില്ല. നേരത്തെ നമ്മൾ വീഡിയോയിൽ കണ്ട മരത്തിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് നമുക്ക് സ്റ്റെപ്പ് വഴി പോകാനും പറ്റും. അതുപോലെ തന്നെ ലിഫ്റ്റ് ഓപ്ഷനും ഉണ്ട്. അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി വ്യൂ നമുക്ക് കാണാനായിട്ട് പറ്റും.
കുറേ മയിലുകൾ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ടപ്പോൾ തന്നെ ഒന്ന് പീലി വിടർത്തിയിരുന്നെങ്കിൽ എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഭാഗ്യത്തിന് നമുക്കത് കാണാനായിട്ട് സാധിച്ചു. ഒരു അടിപൊളി ഫീലായിരുന്നു കേട്ടോ. ഇവിടെ ഓരോ ടൈമുണ്ട്, ഓരോ ആനിമൽസിനായാലും ബേർഡ്സിനായാലും ഫീഡിങ് ടൈമിന് ഒരു ടൈം ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വരാണെങ്കിൽ നമുക്ക് അവർ ഫീഡ് ചെയ്യുന്നത് കാണാനായിട്ടും സാധിക്കും. ഇതുപോലെ ബേർഡ്സിനെ ഫീഡ് ചെയ്യാനും നമുക്കും പറ്റും, നമ്മുടെ കയ്യിലേക്കും നമുക്ക് തരും. അപ്പോൾ നമുക്കും അവരെ ഫീഡ് ചെയ്യാനായിട്ട് സാധിക്കും. വേണോടാ മുന്നു? എവിടെ? അയ്യോ ഇപ്പോഴോ അങ്ങനെ ഞങ്ങൾ ആഫ്രിക്കൻ വില്ലേജ് ഫുള്ള് കവർ ചെയ്തു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമുക്ക് എക്സ്പ്ലോറർ വില്ലേജ്, ഏഷ്യൻ വില്ലേജ്, അറേബ്യൻ ഡെസേർട്ട് സഫാരിയും കൂടി കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ ഇടുന്നതായിരിക്കും. നല്ല അടിപൊളി വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ എവ്രി വൺ.